വേണ്ട, സ്വർണ്ണക്കത്തി കാശ് എടുക്കാറായില്ല. അച്ഛ കൊടുക്ക. ഇവിടെ ഒരു ലൈറ്റ് പിടിപ്പിച്ച് ഗൈസ്. എന്തെന്നാളെ പുതിന് മറ്റേത്തുണ്ടായല്ലേ? അയ്യോ വീഴും. കാശിക്കുട്ട താഴെ ഇറങ്ങിയിരിക്കേ. കൈമുറിഞ്ഞാച്ച് കാശ് എടുത്തു വെക്കത്. എക്സ്റ്റൻഷൻ വേണമല്ലോ. രാത്രി അങ്ങനെ ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. രാവിലെ എണീക്കുമ്പോ 10-11 മണിയാവും. വെള്ളിയാഴ്ച ആയണ്ടേട്ടൻ കുറേ നേരം കിടന്നുറങ്ങും. എക്സ്റ്റൻഷൻ വേണമല്ലോ ഇത് പിടിപ്പിക്കാൻ. മെസ്സായി കിടക്കാണ്. അധികം മെസ്സൊന്നുമില്ല. ഇതൊക്കെ എടുത്ത് മാറ്റിയ സെറ്റായി. ഇത് നമ്മള് ഇവിടെ അടുത്തുള്ള കടയിൽ പോയി ഇപ്പം മേടിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. എന്താണത്? ലൈറ്റ് വലിയ മിറർ വെച്ച് പിടിപ്പിക്കണം എന്നായിരുന്നു. വലിയ മിറർ പിന്നെ വാങ്ങും ഗൈസ്. ഈ മിററിലും കൂടി നമുക്ക് എന്തൊട്ടിക്കാം. മറ്റേ ഇവിടെ ലൈറ്റ് ഉണ്ട് ഓൾറെഡി. പക്ഷേ എങ്കിലും എനിക്ക് കുറച്ചും കൂടി ലൈറ്റ് കിട്ടാൻ ഒരാഗ്രഹം. അപ്പോൾ കണ്ണാടിയിലെ 2 നമ്മൾ മിറർ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ മുറിലെ ലൈറ്റിന് വലിയ ഇതില്ല. നമ്മുടെ മിററിന്റെ ഓപ്പോസിറ്റ് ആണ് ലൈറ്റ് തന്നെ. കാശി താഴെ ഇറങ്ങ്. എന്റെ മറ്റേ കോട്ട് എടുത്തിട്ട് കേട്ടാ. കാശി എടുത്തു വെക്കത്. നോക്കട്ടെ കാശിക്കുട്ട ഉറങ്ങാറായോ? അത് റെഡി. കത്തി വേണം ഗൈസ്. കത്തി വേണ്ട, സ്വർണ്ണക്കത്തി കാശ് എടുക്കാറായില്ല. അച്ഛ കൊടുക്ക. പിടിച്ചുകൊണ്ട് പോണം. നടന്ന് പോണം. നടന്ന് കണ്ടാ. കാശ് വഴക്കിട്ട് പോയി ഗൈസ്. എന്തായി? ഇവിടെ ഒരു ലൈറ്റ് പിടിപ്പിച്ചു ഗൈസ്. ഞാനും കാശിക്കുട്ടനും കൂടി. കണ്ടോ മിന്നി കത്തുന്ന ലൈറ്റ്? ക്രിസ്മസ് ലൈറ്റ്. ഇവിടെ നോക്കട്ടെ അമ്മടുത്ത്. അത്രേ ഉള്ളൂ. എന്നാ പോക്കോ. ക്രിസ്മസ് ലൈറ്റ് നോക്കി നടക്കുകയാണ് ചെറുക്കൻ. എന്താ കാശ്? അകത്തല്ല വെച്ചാണ് ഇപ്പൊ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അച്ഛനും മോനും പണിയിലാണ് കേട്ടോ. ബെഡൊക്കെ എടുത്തിടാൻ പോവാണ്. സോ ഞാനാണെങ്കിൽ രാവിലെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് ചമ്മന്തി. എന്തെന്നാളെ ഇതൊക്കെ ഇവിടെ. ഇതിന് മറ്റേത്തുണ്ടായല്ലേ? കവർ തരാം. പെൻസിലുണ്ടെങ്കിൽ ഇതേ ബ്രഷ് കിട്ടി. പെട്ടിയിൽ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. പെട്ടിയല്ലേ ഇവിടെ ഇരുന്ന പെട്ടിന്ന് എനിക്ക് ഇത്രയും സാധനം കിട്ടി. കമോൺ. കളിപ്പാട്ടിട്ട് വെക്കാനാണത്. കൈമുറിഞ്ഞാച്ച് കുടിക്കാം. ചായ കുടിക്കാം. ഫിക്സെറ്റ് ചെയ്താ? ഈ കട്ടിലിനൊരു വാർഡ്രോബുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. കാശിക്കുട്ട എടുത്തു കൊടുക്ക്. കാശിയുടെ അൽക്കൊലത്ത് കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ. ഫ്രെയിമുണ്ട് ഗൈസിനകത്ത്. വീണ്ടും ഫ്രെയിം കിട്ടി.
അതിനകത്ത് വെക്കണ്ട, അത് അതിനകത്ത് വെച്ചാൽ മതി. ആ കബോർഡിൽ തട്ടിലിട്ടോ. അയ്യോ വീഴും കാശിക്കുട്ട, താഴെ ഇറങ്ങിയിരിക്കേ. ആ ഇറങ്ങ്, താഴെ ഇറങ്ങ, താഴെ ഇറങ്ങ ബാബ. അത് ഞാൻ എടുത്തരാ, വാ വാ. ആ സാരില്ല, വാ. ആ ഇച്ചിരി ഇറങ്ങിട്ടുള്ളൂ, കുഴപ്പമില്ല, വാ. എവിടെയാടാ നനഞ്ഞേക്കണത്? ചുമ്മാ പറഞ്ഞേട്ട, ഇച്ചിരി കണ്ട് തുള്ളി കൊണ്ടിട്ടുള്ളൂ. നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോ ഇത് കുറച്ച് ലോങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നേരെ സൈഡിലടിച്ച് അടിയാൽ മതി. യെസ് ഗൈസ്, നമ്മൾ അടുത്ത സ്ഥലത്ത് അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാറായപ്പോഴേക്കും 11 മണി ആവാറായിരുന്നു കേട്ടോ. രാവിലെ 10:30 മണിയായപ്പോഴാണ് എണീച്ചത് തന്നെ കേട്ടോ. എണീച്ച് 10:15 10:30 എണീച്ചത് എല്ലാവരും. കാശിക്കൂടെ കുറച്ചുകൂടി വൈകിയാണ് എണീച്ചത് കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി മുതൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഫ്രൈഡേ ആയിട്ടുണ്ടെങ്കിലാണ് കേട്ടോ കൂടുതൽ പണി. ഏട്ടൻ വീട്ടിലുണ്ടാവുമല്ലോ, അന്നേരത്തേക്കും ചെയ്ത് തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യുക. അല്ലാത്ത ദിവസം രാവിലെ ഏട്ടൻ പോയിട്ട് വൈകിട്ട് രാത്രി 9 വരെ ആയിരിക്കില്ല വരിക. അന്നേരത്തേക്കും അവരവിടെ ചായ കുടിച്ചിട്ടുണ്ടെന്നപ്പോഴേക്കും ഞാൻ പോയി നമ്മുടെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. ഇനിയൊക്കെ ഇവിടെ ക്ലീൻ അടിച്ചാരി തുടച്ചൊക്കെ ഇടണമായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഞങ്ങൾ തുടച്ചൊന്നും ഇട്ടില്ല. ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സൂവിൽ പോയിട്ടോ. ഏട്ടൻ വന്നില്ല, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് കുറച്ച് പർച്ചേസിങ്ങിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാശിക്കുട്ടനും കൂടിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ടും ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ സൂ കാണാൻ വേണ്ടി പോയിട്ടോ. റിയാദ് സൂവിലാണ് പോയത്. അപ്പോൾ അതിന് മുമ്പ് ഡ്രസ്സൊക്കെ കുറേ ഇങ്ങനെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാശിക്കുട്ടൻ്റെ റൂമിൽ കട്ടിൽമയാണ് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അടുക്കി പറക്കി താഴെയുള്ള വാർഡ്രോബൊക്കെ നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ട് ഇന്നത്തേക്ക് അതൊക്കെ അടുക്കി പറക്കി വെക്കാനുണ്ട്. പിന്നെ കുറേ കിപ്പർ സൈഡിലേക്ക് വെക്കണ്ട്. എൻ്റെ ഡ്രസ്സൊന്നും മടക്കി വെച്ചിട്ടില്ല. ഇപ്പുറത്തൊരു കട്ടിലുണ്ട്, അതുമേക്ക് അപ്പുറത്തേക്ക് എടുത്തിടുകയാണ്. പിന്നെ ഏട്ടൻ്റെയും കാശിക്കുട്ടൻ്റെയും മാത്രം അതിനകത്തേക്ക് ആക്കി സെറ്റാക്കി ആ ബെഡൊന്ന് ക്ലീൻ ആക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാർ വന്നിട്ടോ. അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സൂല് പോകാനായിട്ട് റെഡിയായി. ഞാനും കാശിക്കൊണ്ട് മാത്രമേ പോയുള്ളൂ. ഏട്ടൻ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിനെ പിക്ക് ചെയ്തിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളായിട്ട് ജോയിൻ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ സൂല് പോയി ഗൈസ്. റിയാദ് സൂലാണ് പോയി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫ്ലെമിംഗോസും കരടിയും സിംഹവും പുലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരും മിസ്സാക്കാത്ത അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ ഗൈസ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. നമ്മൾ അടുത്ത ദിവസം ഈ സൂവിൽ പോയിട്ടുള്ളൊരു വ്ലോഗായിട്ട് തന്നെ ഉണ്ടാട്ടോ. ആരും മിസ്സാക്കരുത്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ. നാട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്നാണെങ്കിലോ ആഫ്രിക്കൻ ആനയാണോ? ഓക്കെ, നമുക്ക് നോക്കാം. വാ, ആനേനെ കാണാൻ ഓരകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അവിടെ എന്തോ ഇതുണ്ട്, നമുക്ക് കാണാം. വെള്ളച്ചാട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ പിള്ളേരെയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ഗൈസ്. കമോൺ കാശി വാ, കാശി വാ. ബാക്കോട്ട് നടക്കണ ആന. ബാക്കോട്ട് നടക്കുന്നുണ്ടോ? ബാക്കോട്ട് നടക്കുന്ന ആന.